ജമ്മു കാശ്മീരിലെ സാംബയിൽ അതിർത്തി കടന്ന് വീണ്ടും പാക് ഡ്രോണുകൾ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തു. അനീഷ് ചെറുവള്ളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വീണ്ടും പ്രകോപനം ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു, ഏത് പരിസരത്തായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? വിശദാംശങ്ങൾ. അഖില, ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരം അനുസരിച്ച് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഡ്രോണുകൾ കണ്ടതിനെ തുടർന്നാണോ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറോളം മുൻപാണ് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായത്. പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ സാംബയിലാണ് നിലവിൽ ഡ്രോണുകൾ വീണ്ടും കണ്ടെത്തിയത്. ഈ ഡ്രോണുകളെല്ലാം തന്നെ നമ്മുടെ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏതാണ്ട് 8ഓളം ഡ്രോണുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. ഈ ഡ്രോണുകളെല്ലാം തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ടെന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീണ്ടും ഡ്രോണുകൾ കണ്ടെത്തിയെന്ന വാർത്ത സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രമാണ്, ജമ്മു കാശ്മീരിലെ സാംബയിൽ മാത്രമാണ് ഇപ്പോൾ ഡ്രോണുകൾ കണ്ടെത്തിയ കാര്യം സൈന്യം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഉദ്ധംപൂർ, അതുപോലെ തന്നെ അക്നൂർ തുടങ്ങിയ മേഖലകളിലും ഡ്രോണുകൾ കണ്ടെത്തിയെന്ന വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഇപ്പോൾ സൈന്യം തയ്യാറായിട്ടില്ല. ഏതായാലും കണ്ടെത്തിയ ഇപ്പോൾ അതിർത്തി കടന്ന് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിൽ നിലവിൽ ഈ എല്ലാ ഡ്രോണുകളും ഇപ്പോൾ അതിർത്തി കടന്നെത്തിയ എല്ലാ ഡ്രോണുകളും തന്നെ നമ്മൾ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സൈന്യം നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും പാക് പ്രകോപനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അഖില, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയെ ഒരു കാരണവശാലും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ല എന്നൊരു വ്യക്തമായ സന്ദേശം തന്നെ കഴിഞ്ഞ ഏതാണ്ട് 8 മണിയോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ കൂടുതൽ ശക്തമായി തന്നെ വീണ്ടും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പാക് പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഖില, ശരി. ജമ്മു കാശ്മീരിലെ സാംബയിൽ അതിർത്തി കടന്ന് വീണ്ടും പാക് ഡ്രോണുകൾ ഉണ്ടായിരിക്കുന്നു. ഡ്രോണുകൾ നിർവീര്യമാക്കിയിരിക്കുന്നു സൈന്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ചെറുവള്ളി.